ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഫുഡ് വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നുണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. അതായത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കനിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ഉപ്പ്, കുറച്ച് തൈര്. പുളിയില്ലാത്ത തൈരാണെങ്കിലും എടുക്കാം. ഞാൻ എടുക്കുന്ന പുളിയുള്ള തൈരാണ്, കുറച്ച് എടുക്കുന്നുള്ളതുകൊണ്ട്. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ മാറിനേറ്റ് ചെയ്തെടുക്കാം. മാറിനേറ്റ് ചെയ്തിട്ട് കുറേ നേരം ഞാൻ ചിക്കൻ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല. അപ്പോൾ തന്നെ ഞാൻ പാനിൽ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. പാൻ ചൂടായി വരുമ്പോൾ അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഞാൻ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഹാഫായിട്ടല്ല ഫ്രൈ ചെയ്യുന്നത്, നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും അതിലോട്ട് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ട് ഞാനത് ഡയറക്റ്റ് ഇതിൽ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലോട്ട് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ചേർക്കുന്നത് തക്കാളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം നല്ല ഒന്ന് ഗ്രേവി ആയിട്ട് കുറച്ച് വേണ്ടേ. അപ്പം ദമ്മിടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അത് ചവിട്ടി പിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അരപ്പൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും അതിലോട്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില, പുതിനയിലയുടെ മിക്സ് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഗ്രേവി റെഡി ആയി വരുമ്പോഴത്തേക്കും കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ചിക്കനിൽ അരപ്പെല്ലാം പിടിച്ച് ഗ്രേവി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പകരം ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്താലും മതി. ഇതിലോട്ട് നമുക്ക് കറുകപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുതിർത്തി വെച്ച അരി ഇട്ട് കൊടുക്കാം. അരി വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് അതിൻ്റെ വേവ് നോക്കണം, ഒത്തിരി വെന്ത് പോകരുത്. അപ്പം അരിയും വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ദമ്മിടാം. അതിന് വേണ്ടിയിട്ട് മസാല ആക്കി വെച്ച ചിക്കനിലോട്ട് ഞാൻ
ഫ്രൈ ചെയ്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സവാളയും പിന്നെ കുറച്ച് മല്ലിയില പുതിനയില എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ടാണ് ഇനി റൈസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് മല്ലിയില പുതിനയില ചെറുതായി അരിഞ്ഞതും വറുത്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ മുകളിലിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് നെയ്യ് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊരു 15 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് തുറന്നു നോക്കാം. ബിരിയാണി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.